ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ വിശേഷ ദിവസങ്ങളിലോ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ആവശ്യമുള്ള സവാളയും കിസ്മിസ് കാഷ്യൂനട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്ത് വയ്ക്കും. ചിക്കനും ഫ്രൈ ചെയ്ത് ചിലപ്പോൾ വയ്ക്കും, അല്ലെങ്കിൽ ഇതുപോലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കും. 800 ഗ്രാം ചിക്കൻ ഉണ്ടാകും. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1 നാരങ്ങയുടെ പകുതി ജ്യൂസും കുറച്ച് ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ വയ്ക്കും. 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ഏകദേശം ഫ്രൈ ആയതിനു ശേഷം കിസ്മിസ് ചേർത്താൽ മതി. ഓരോ മിനിറ്റ് ഇടവിട്ട് കോഴി കൂകുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. വീട്ടിൽ 2 പൂവൻ കോഴിയുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. മീഡിയം സൈസ് 5 സവാളയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൽ 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഫ്രൈ ചെയ്യാം. ബിരിയാണിക്ക് ആവശ്യമുള്ള നല്ല മണമുള്ള സ്പൈസസ് ആണ്. സൺഫ്ലവർ ഓയിലും ഗീയുമാണ് കുക്കിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്യാൻ വേറൊരു പാനിൽ 1 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് സ്പൈസസ് എല്ലാം അതിലേക്ക് ഇടാം. ചെറുതായി ചൂടാക്കി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. മസാല കരിഞ്ഞു പോകാത്ത രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഓവറായിട്ട് ഡീപ്പ് ഫ്രൈ ആകേണ്ട. ഇതുപോലെ ഇത്രയും സാധനങ്ങൾ തലേ ദിവസം തന്നെ തയ്യാറാക്കി വയ്ക്കും. വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് 1/2 കിലോ ചേർക്കാം. രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്തിട്ട് എല്ലാ സ്പൈസസും ചേർക്കണം. മൂന്ന് പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, പുതിനയില എല്ലാം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. മസാലക്കൂട്ടിൽ കിട്ടാറുള്ള ഇത് കൂടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഇപ്പോൾ ചേർത്തത്, അതുകൂടി ഇതിൽ ആഡ് ചെയ്യാം. 1 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തിടാം.
റൈസ് കുഴഞ്ഞു പോകാതെ ഊറ്റി മാറ്റി വയ്ക്കാം. ഒരു 90% വേവായാൽ മതി. ടൊമാറ്റോ നന്നായി വെന്തുടഞ്ഞ് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ബിരിയാണിയിൽ മല്ലിപ്പൊടി ഞാൻ ചേർക്കാറില്ല. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് വഴറ്റിയ ശേഷം 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം, 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാം. ഗ്രേവിയിൽ എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം ചിക്കൻ പീസസ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് മല്ലിയില, പുതിനയില ചേർക്കാം. ഗ്രേവി നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഊറ്റി മാറ്റി വെച്ചിരുന്ന റൈസ് മുഴുവനായും ചേർക്കാം. കളറിന് വേണ്ടിയിട്ട് കുറച്ച് പശുവിൻ പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒഴിക്കുന്നുണ്ട്. ആവശ്യമുള്ള മല്ലിയില, പുതിനയില ചേർക്കാം. മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ തുറക്കാവൂ. ബിരിയാണിക്ക് രുചി കൂടുതൽ കിട്ടാൻ ഞാൻ ചെയ്യുന്ന രീതിയാണ് റൈസും ഗ്രേവിയും ചിക്കനും എല്ലാ ഭാഗത്തും നല്ലതുപോലെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കും. റൈസ് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്യൂനട്ട്, കിസ്മിസ് ചേർക്കുന്നത്. അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് അടച്ചു വയ്ക്കാം. പഴയ ഒരു ദോശ തവയുടെ മുകളിൽ വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും 20 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുന്നത്.